വാട്ട്സ്ആപ്പ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് എടുത്ത ഒരു നോർമൽ പിക്ചർ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ പിക്ചറാക്കി മാറ്റാനുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് സ്നാപ്സീഡ് എന്ന ആപ്പ് വഴി നമുക്കത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഗൈസ്, അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ഫോട്ടോഗ്രാഫി ടിപ്സ് അതുപോലെ തന്നെ ഫോൺ റിവ്യൂസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്നാപ്സീഡ് എന്ന ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലസ് എന്നൊരു ഐക്കണാണ് കാണാൻ വേണ്ടി സാധിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഗാലറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ ആ ആപ്ലിക്കേഷനിൽ ആ ഫോട്ടോ വരുന്നതായിരിക്കും. ആദ്യം തന്നെ അവർ ഫിൽറ്റർ ആഡ് ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷനാണ് തരുന്നത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ ആഡ് ചെയ്യാം. എന്ന് വെച്ചിട്ട് കൂടുതൽ കളറാക്കി കളയരുത്. ജസ്റ്റ് ഒരു നോർമൽ ഫിൽറ്റർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ആഡ് ചെയ്യുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ടൂൾസ്. ഇതിലാണ് നമ്മുടെ മെയിൻ. അതായത് ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HDR സ്കേപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഒരു HDR ആയിട്ടുള്ള ഒരു എഫക്റ്റ് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അത് നിങ്ങൾ ജസ്റ്റ് ലെഫ്റ്റിലും റൈറ്റിലും സ്വൈപ്പ് ചെയ്താൽ അത് നിങ്ങൾക്ക് കൂട്ടാനും കുറക്കാനും വേണ്ടി സാധിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാക്സിമം ഒരു 50 ലെങ്ത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആക്കുക. അത് നിങ്ങളുടെ ഫോട്ടോ എങ്ങനെയിരിക്കും അതുപോലെ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു ഇതിൽ നിങ്ങൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ടിക്ക് മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോട്ടോ ഇവിടെ മാറിയത് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾക്ക് ആ ടൂൾസിൽ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ എല്ലാം നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഫോട്ടോ ഓവറായിട്ട് എഡിറ്റഡ് ആവും. നിങ്ങൾ ജസ്റ്റ് കർവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ 3 പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കുറക്കണമെങ്കിൽ താഴോട്ടും അതുപോലെ തന്നെ ആ ഒരു പോർഷൻ്റെ ലൈറ്റ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മോളോട്ടേക്കും സ്വൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എഡിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫോട്ടോ നോക്കുമ്പോൾ ഓവറായിട്ട് എഡിറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറക്കാൻ വേണ്ടി വിൻറ്റേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് താഴെയുണ്ട്. ഒരുപാട് വിൻറ്റേജ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ 12 അല്ലെങ്കിൽ 10 മാക്സിമം ഹൈ ആക്കാൻ നോക്കുക. എത്രത്തോളം ലൈറ്റ് നിങ്ങളുടെ ഫോട്ടോയിലുണ്ടോ അത്രത്തോളം നിങ്ങൾ വിൻറ്റേജ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിവിടെ ഇപ്പോൾ 12 ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഗൈസ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഗൈസ്, നിങ്ങൾക്ക് ടൂൾസിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോട്ടോയുടെ നേച്ചർ പോലെ ഇരിക്കും. ഗൈസ്, നിങ്ങളിപ്പോൾ ലൈറ്റ് കുറഞ്ഞൊരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് അതിന് മുകളിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തൊരു ടെക്സ്റ്റ് ആണോ എടുത്തത് അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ നേച്ചർ എന്ന ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ നേച്ചർ എന്ന ടെക്സ്റ്റ് നമുക്ക് മുകളിൽ കൊടുക്കാൻ കഴിയും സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റും നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. വളരെ ഒരു ഹൈ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ് എന്ന ആപ്ലിക്കേഷൻസ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നല്ല നല്ല ഫോട്ടോസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗൈസ്, എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഗാലറിയിൽ HDയോടെ ക്ലിയർ ഒന്നും കുറയാതെ നിങ്ങൾക്ക് ജസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് ഒരുപാട് അതായത് ക്ലൗഡ്സ് അതുപോലെ തന്നെ നല്ല നല്ല ഹിൽ ഏരിയയിൽ നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എല്ലാം എഡിറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് നിങ്ങൾക്ക് കരുതിയാൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.